ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെ, പാർലമെന്റ് പോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സ്ഥാപനം. സുതാര്യമായ, ഫ്രീ ആൻഡ് ഫെയർ, സ്വതന്ത്രമായ ഒരു എലക്ഷൻ, തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കണം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് തെരഞ്ഞെടുപ്പ്. കാരണം അവിടെയാണ് ജനങ്ങൾ നേരിട്ട് ജനാധിപത്യത്തിൽ ഇടപെടുന്നത്. ഓരോ പൗരനും പോയി വോട്ട് ചെയ്ത് തൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാമൂഹ്യമായ ഇച്ഛ ആണ് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഒരുപക്ഷെ TN ശേഷൻ ഉണ്ടായിരുന്ന കാലത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. കൃത്യമായ ചട്ടങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രീതികൾ, തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും, അതിനുള്ള ചിലവുകൾ കർശനമായി മോണിറ്റർ ചെയ്യാനും നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് TN ശേഷൻ എന്ന് പറയുന്ന മലയാളി തെരഞ്ഞെടുപ്പ് കമ്മീഷനായപ്പോഴാണ്. അതിനുശേഷം വന്ന മിക്കവർക്കും അത് ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെ ഫോളോ ചെയ്യേണ്ടി വന്നു. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും രണ്ടാം മോഡി സർക്കാർ വന്നതിന് ശേഷം കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർത്തും ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ഒരു സ്ഥാപനമായി മാറുന്നു എന്ന പരാതി പ്രതിപക്ഷത്തു നിന്ന് ശക്തമായി ഉന്നയിക്കുന്നു. ഇപ്പം ഇന്ത്യൻ പാർലമെന്റിൽ ഇവരെ പുറത്താക്കാൻ വേണ്ട ഒരു ഇംപീച്ച്മെന്റ് മോഷൻ, അതിനുള്ളൊരു പ്രമേയം ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. നിരവധി ഉദാഹരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ ഇടപെടൽ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ പ്രധാനമന്ത്രി ആദ്യ റൗണ്ട് പര്യടനം പൂർത്തിയാക്കി, പ്രധാനമന്ത്രിയുടെ പര്യടനം കഴിഞ്ഞ് ഉള്ള ദിവസമേ തെരഞ്ഞെടുപ്പ് വരൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ തന്നെ ആസാമിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനമുണ്ട്, അതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് വരില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഒരു പ്രഖ്യാപനം നടത്തി. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വിവിധ ഇടപെടലുകൾ, ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാക്കുന്ന ഭരണഘടനാ ഭേദഗതി മുതൽ തുടങ്ങും. കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ തുടങ്ങുന്നു? അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ മുതൽ തുടങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ ഇത്തരത്തിലുള്ള നിരവധി ഇടപെടൽ, കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് ശക്തമായ പരാതി പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതിലും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്ന പരാതികളിൽ വളരെ കഴമ്പുണ്ട് എന്ന് ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന രൂപത്തിലാണ് ആ പരാതികൾ ഉന്നയിക്കുന്നത്. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ബാംഗ്ലൂരിലെ, അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലെയും വെച്ച്, ബാംഗ്ലൂരാണ് തുടങ്ങിയത്. ഒരു മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്താൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാളുടെ പേര് 22 തവണ വരുന്നു. മാത്രമല്ല ബ്രസീലിലെ ഒരു മോഡലിന്റെ പേര്, മോഡലായ ഒരു പെൺകുട്ടിയുടെ പേര് ഇതുപോലെ പലയിടങ്ങളിൽ വരുന്നു. പടം, ആ പടം വയ്ക്കും, പേര് വേറെ വയ്ക്കും. വോട്ടേഴ്സ് ലിസ്റ്റിൽ ചിലത് ABCD, അച്ഛൻ്റെ പേര് ABCDEF എന്നൊക്കെയാവും. പിന്നെ ബീഹാറിലെ വോട്ടർ ലിസ്റ്റിൽ തെലുങ്കിലും തമിഴിലും ഒക്കെ പേര് വരിക. എന്തുകൊണ്ട്? ഇതുകൊണ്ട് എന്താ സംഭവിക്കണേ? 22 വോട്ടും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരാളുടെ പേരിൽ 22 വോട്ടുണ്ടെങ്കിൽ 22 വോട്ട് ചെയ്തിട്ടുമുണ്ട്. അതെങ്ങനെ ചെയ്തു? ഒരാളുടെ പേരിൽ ഒരേ ആള്, ഒരേ വീട്, ഒരേ അച്ഛൻ. അതുപോലെ ഒരു വീട്ടിൽ 500 പേർ, 78 പേർ, 88 പേർ, കേരളത്തിൽ പോലും 78 പേരിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ താമസിച്ചില്ല. ഈ ആളുകളെ ആർക്കും അറിയില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെ കള്ളത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ജയിച്ച, ഇപ്പൊ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ചുള്ള ആരോപണം കൃത്യമായി വന്നിട്ടുണ്ട്. ഇവിടെ കുറേ പേരുകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പേരുകൾ ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ SIR നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുന്നതിന് ആരും എതിരല്ല. വളരെ പെട്ടെന്ന് നമ്മൾ മറ്റേ തെരഞ്ഞെടുപ്പ് പട്ടികയുടെ റിവിഷൻ നടത്തണം, ഒരു സംശയമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് പട്ടിക റിവിഷൻ നടത്തുമ്പോൾ സാധാരണഗതിക്ക് എന്താ ചെയ്യുക?
ഒരു ഏറ്റവും തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക വയ്ക്കുക, അതിൽ മരിച്ചുപോയവരെ മാറ്റുക, ഉള്ളവരെ എടുക്കുക, ആളുകളെ വേണമെങ്കിൽ വിളിക്കാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളെ വിളിക്കാം. നിങ്ങൾ എ എന്ന് പറയുന്ന ആളുണ്ടോ, ബി എന്ന വീട്ടിൽ താമസിക്കുന്ന, സി എന്ന ബൂത്തിലെ എ എന്ന വോട്ടറുണ്ട്, ആ വോട്ടറുടെ ആധാറുണ്ട്, ശരി, ആധാർ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, വോട്ടർ ID കാർഡ് എൻ്റർ ചെയ്യാം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്, കാരണം ഇത് മുഴുവൻ ലിസ്റ്റാണ്. ഡ്യൂപ്ലിക്കേറ്റിംഗ് ലിസ്റ്റ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഇനി ഡ്യൂപ്ലിക്കേറ്റിംഗ് ഉണ്ടാവില്ല SIR വന്നാൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ ബീഹാറിൽ SIR വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. വലിയ തോതിൽ ആളുകളെ ഒഴിവാക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും വലിയ തോതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും സ്ത്രീകളുമാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഒഴിവാക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഇതുണ്ടായി? ഈ ചോദ്യം വന്നു. തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത വോട്ടിംഗ് കൗണ്ട് വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ SIR വന്നപ്പോൾ യഥാർത്ഥത്തിൽ SIR വോട്ടർ പട്ടിക റിവിഷൻ ആയിരുന്നില്ല, പൗരത്വ പരിശോധനയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എന്താ കാര്യം? ഇപ്പം ഞാനൊരു വോട്ട് ചേർക്കാൻ ചെന്നാൽ എനിക്ക് 2024 വോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 26 വോട്ട് ചെയ്തോളുന്നില്ല. എനിക്ക് 2002 വോട്ടുണ്ടോ എന്നാണ് ചോദ്യം. 87 ശേഷം ജനിച്ച ആളാണോ അല്ലയോ എന്നറിയാനാണ്. 2002 വോട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഇനി എൻ്റെ മകൾ 87 ശേഷം ജനിച്ച ആളാണ്, അവർക്ക് വോട്ട് വേണമെങ്കിൽ 2002 പട്ടികയിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ വോട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ എനിക്കോ എൻ്റെ ഭാര്യയ്ക്ക് വോട്ടുണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന് വോട്ടുണ്ട്. ബന്ധു എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് സമ്മതിച്ചിട്ടില്ല, കേരളത്തിൽ അത് സമ്മതിച്ചു. അങ്ങനെ ഇല്ലാത്ത ആളോ ഒരു പക്ഷേ 2002 വോട്ടേ ചെയ്തിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ യാത്രയിലായിരിക്കും, ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലായിരിക്കും, വേറെ സംസ്ഥാനങ്ങളിലായിരിക്കും, ജോലി കിട്ടി പോയവരായിരിക്കും, അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളായിരിക്കും, അത് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്ത ആളുകളായിരിക്കും. അവർക്കില്ലെങ്കിൽ പിന്നെ വോട്ട് കിട്ടില്ല. ഇങ്ങനെ ആളുകളെ ഒഴിവാക്കുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള രീതിയിലൊരു രീതി വന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി അത് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് വളരെ ഗുരുതരമാണ്. കാരണം അവിടെയുള്ള മുസ്ലിം പേരുകൾ മുഴുവൻ പലർക്കും അവിടെ 1971 കലാപത്തിലൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും പിന്നെ വോട്ടേ കിട്ടില്ല. അവരൊക്കെ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. ഇവിടെ വോട്ടില്ല, അവർക്ക് ബംഗ്ലാദേശിലേക്കും പോകാൻ പറ്റില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. അത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ കൃത്രിമം നടത്തുന്നു. ഇപ്പോഴും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും SIR പട്ടിക പ്രസിദ്ധീകരിച്ചില്ല. കേരളത്തിൽ ഇന്നലെയാണ് പ്രസിദ്ധീകരിച്ചത്. എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക കൺഫ്യൂസ്ഡ് ആക്കി നിർത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി അടക്കം വലിയ തോതിൽ ഈ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പും EVM പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോഴും കേരള മുഖ്യമന്ത്രി കാറ്റ് പിടിച്ച കല്ലായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഈ വിഷയത്തിൽ. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. ഒരു പക്ഷേ പാർലമെൻറ്റിൽ MP പറയുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. SIR-നെതിരായില്ല. പൗരത്വം നടപ്പാക്കില്ല എന്നുണ്ട്. പക്ഷെ പൗരത്വം നടപ്പാക്കി. പൗരത്വ നിയമം ഇപ്പോൾ ഈ SIR-ലൂടെ നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിൽ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പൗരത്വ നിയമം അന്നൊന്നും പറഞ്ഞില്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ല ഇത് SIR വരട്ടെ, നടപ്പായി. നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നടപ്പായി. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല. ഇപ്പം എന്താ സംഭവിച്ചത്? പാർട്ടികൾക്ക് അയച്ചു കൊടുത്ത ഇലക്ഷൻ കമ്മീഷന്റെ ലെറ്ററിൽ BJPയുടെ സ്റ്റാമ്പ്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റാമ്പ്. എങ്ങനെയാണ് അതിൽ BJPയുടെ സ്റ്റാമ്പ് വരിക? ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ നടത്താനുള്ള സ്വതന്ത്ര പരമാധികാര അതോറിറ്റിയുടെ കത്തിൽ BJPയുടെ സ്റ്റാമ്പ് വന്നത് എങ്ങനെ? CPM ആദ്യം അത് സംബന്ധിച്ച വിഷയം പൊക്കി, അത് പറഞ്ഞു, അതിൻ്റെ പേരിൽ ചോദ്യങ്ങളുണ്ടായി. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? കോൺഗ്രസ് കുറെ കൂടി കടന്ന് അതിനെ ശക്തമായി അറ്റാക്ക് ചെയ്തു. അവർ AI ഉപയോഗിച്ച് ഒരു റീൽ ഉണ്ടാക്കി. നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ടോ? ഒരു റീൽ ഉണ്ടാക്കി ഒരു ഓഫീസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി ഇരിക്കുകയും ഞാനിത് പറയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്ന് പറയുകയും സഹായം ചെയ്യാം, ഞാൻ അത് ചെയ്താൽ മതി, ആരും അറിയണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനെ ഒരു പ്രശ്നം സ്റ്റാമ്പ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറയാ, പറഞ്ഞ ആളെ ജയിലിടാനാണ് പറയുന്നത്. പറഞ്ഞ ആളെ ജയിലിടും. ഇലക്ഷൻ കമ്മീഷൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു, അത് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു കാര്യമാണോ അത്? ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഭരണകൂടവും ഭരണകക്ഷിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊരു ചെറിയ തെറ്റാണോ?
ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ക്ലർക്കിന് പറ്റിയൊരു തെറ്റാണോ ഇത്? പരിശോധിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കാലമല്ലേ, തെരഞ്ഞെടുപ്പ് നിൽക്കുക. എന്നിട്ടോ കേരള ഗവൺമെന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം, ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു. ഓൾ ഇന്ത്യ പോലീസ് അല്ല, ഇത് ചെയ്ത മെറ്റയ്ക്കും അതുപോലെ ഏജൻസിക്കും എതിരെ, എക്സിനും എതിരെ ഒരു കേസെടുത്തിരിക്കുന്നു. അവരെ ഇപ്പം ശരിയാക്കി കളയും. എന്നിട്ട് മഹുവ മൈത്ര, ഇത് ഷെയർ ചെയ്ത മഹുവ മൈത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MP, ഒരുപക്ഷെ മോഡി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വനിതാ ശബ്ദം, അത് പ്രിയങ്ക ഗാന്ധിയാണോ, അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ മോഡിയെ വിമർശിക്കുന്ന മഹുവ മൈത്രക്കെതിരെ കേസ് കൊടുത്തേക്കണ ആരാന്നറിയോ? കേരളത്തിലെ പോലീസ്. എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് പറയുക, എനക്കറിയില്ല, എനക്കതൊന്നും അറിയില്ല, തെറ്റല്ലേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. പോലീസ് ഇപ്പം എൻ്റെ നിയന്ത്രണത്തിലല്ല, ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രണത്തിലാണ്. പ്രശ്നം അത് തന്നെയാണ്. ഇവിടുത്തെ പോലീസ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലായിരുന്നില്ല, മുമ്പും ആയിരുന്നില്ല, ഇപ്പോഴും അല്ല, ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലാണ്. ഏതായാലും ഇലക്ഷൻ കമ്മീഷനെതിരെ ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ഒരു നിലപാട് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതിനു മുമ്പ് ചെയ്ത, പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ, രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ എല്ലാം മിണ്ടാതിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വന്ന് രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടേത് എന്നുകൂടി ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ കാര്യം മനസ്സിലാവും.